ആയിക്കഴിഞ്ഞുള്ള രമേശ് ചെന്നിത്തലയുടെ ക്യാബിനറ്റിൽ വേണമെന്നുള്ളത് പാർട്ടിയുടെ ആഗ്രഹമായിരുന്നു. അതനുസരിച്ച് അദ്ദേഹം വന്നു. നല്ലതല്ലേ, ആലപ്പുഴയ്ക്ക് നല്ല പ്രാതിനിധ്യം ഉണ്ടാകാൻ പോകുന്നൊരു മന്ത്രിസഭ വരാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ വാദിക്കേണ്ടത് ഇനി ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകർ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം. എന്റെ പ്രധാന റോൾ അതായിരിക്കും. മറ്റെല്ലാത്തിനുപരിയായിട്ട് മറ്റെല്ലാ റോളുകളും ഉണ്ടാവും. പക്ഷെ എല്ലാത്തിനുപരിയായിട്ട് ആലപ്പുഴയുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാനും തിരിച്ചുപിടിക്കാനും വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഗവൺമെന്റിന് മുന്നിൽ നിന്ന് ഗവൺമെന്റിനോടൊപ്പം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പോരാടുകയാണ്. എന്തോ അത്തരം കാര്യങ്ങൾ ഗ്യാരണ്ടി നമ്മൾ പ്രഖ്യാപിച്ചതല്ല. അത്തരം കാര്യങ്ങളൊക്കെ സർക്കാർ ആ കാര്യങ്ങളെപ്പറ്റി വളരെ ഗൗരവതരമായിട്ട് എടുക്കുമെന്നതിൽ ഒരു സംശയമില്ല. അതൊന്നും ആശങ്കകൾക്ക് അവകാശമില്ല. മുസ്ലിം ലീഗിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ വലിയ തോതിൽ വിമർശനം വീണ്ടും അയച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ലോകനാഥം ലീഗ് ഭരണത്തിൽ അമിതമായി കൈകടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ആക്ഷേപം. സർക്കാർ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ലീഗ് ഭരണം തുടങ്ങിയാണ് പറയുന്നത്. അല്ല, എനിക്ക് പറയാനുള്ളത് സർക്കാർ രൂപീകരണം തുടങ്ങിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ. നാളെ സത്യപ്രതിജ്ഞയാവുന്നു. ഈ സർക്കാർ വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരം വിഷം ചീറ്റുന്ന പ്രസ്താവനകളൊക്കെ ഒഴിവാക്കപ്പെടുന്നതാണെന്ന് ഒരുപാട് സംശയം. നമ്മുടെ നാട്ടിൽ വർഗീയത ഇളക്കിവിട്ടാൽ അതിനെ ജനം അംഗീകരിക്കില്ല എന്നതിന്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം. അതുകൊണ്ട് തൊട്ടതിനും പിടിച്ചതിനൊക്കെ തന്നെ ലീഗിനെ പിടിച്ച് ആക്രമിക്കുന്ന ശൈലി അത് നാട്ടിൽ സ്പർദ്ധ വളർത്താനുള്ള മനഃപൂർവ്വമുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. നല്ല ഉദ്ദേശമല്ല. എനിക്കറിയാനുള്ളത്, എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു സർക്കാർ വന്നു, പുതിയ സർക്കാർ വന്നു, ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ജനങ്ങൾ കാത്തിരിക്കുന്ന ഇപ്പം എന്താണ്? ഇത്തരം തമാശകൾക്കല്ല, നാടിന് മാറ്റം ഉണ്ടാക്കാൻ, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്താണ് നടക്കാൻ പോകുന്നതാണ് ജനം കാത്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് UDF ഗവൺമെന്റ്. അതിനുള്ള സമയം കൊടുക്കണം. അല്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കി കത്തിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കാനല്ല ഇത്തരക്കാർ ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് എനിക്ക് അവരോട് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കാനായിട്ട്. കേരളം അവർക്ക് പറ്റുന്ന സാഹചര്യമുള്ള നാടല്ല. ഈ നാട്ടിൽ സ്നേഹവും സൗഹാർദ്ദവും വളരുന്ന നാടാണ്. പിന്നെ UDFന്റെ കാര്യത്തിൽ ഞങ്ങൾക്കറിയാം, UDFന്റെ കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഏതെങ്കിലും മേധാവിത്വം അടിച്ചേൽപ്പിക്കാൻ പോകുന്ന കക്ഷികളല്ല. എല്ലാവരും പരസ്പരം ബഹുമാനിച്ച് നടപ്പിലാക്കും. അതേ നടക്കുകയുള്ളൂ. കാരണം കോൺഗ്രസിന്റേതായ രീതികളുണ്ട്, ആശയങ്ങളുണ്ട്, നിലപാടുകളുണ്ട്, ലീഗിന് ലീഗിൻ്റെതായിട്ടുണ്ടാവും. പക്ഷേ ഇത് UDF സംവിധാനമാകുമ്പോൾ പരസ്പരം അംഗീകരിച്ച് എല്ലാവർക്കും യോജിക്കാവുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇങ്ങനെ വേറെ തെറ്റിദ്ധാരണാപരമായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നത് നല്ല സുഗമമായ ഗവൺമെന്റ് പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് പകരം എതിർക്കുന്നതായിട്ട് ജനം മനസ്സിലാവും. തീർച്ചയായിട്ടും UDFന്റെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ടീമായിരിക്കും മന്ത്രിമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു നല്ല ടീമിനെ ആയിരിക്കും അണിനിരത്തുന്നതിന് സംശയം വേണം. ആലപ്പുഴയുടെ പ്രതീക്ഷകൾ നമ്മുടെ